രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അറസ്റ്റ് ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുക. അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിടണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് രാഹുലിന് കേരളത്തിലേക്ക് എത്താം. ഒളിവിൽ കഴിയുകയാണ് ഇപ്പോഴും. 2 ബലാത്സംഗ കേസ്, രണ്ടാമത്തെ ക്ലിയർ കട്ട് ബലാത്സംഗമായിട്ട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അത് ഇന്ന് രാഹുലിനെ രക്ഷപ്പെടാൻ വേണ്ടി പോലീസ് വഴിയൊരുക്കി കൊടുക്കുകയാണെന്ന് നമുക്ക് നിസ്സാരമായിട്ട് മനസ്സിലാക്കില്ലേ? ഇത്രയും നാളിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം കിട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടി നടക്കുമായിരുന്നല്ലോ. പോലീസിന് അറിയില്ലായിരുന്നോ രാഹുൽ എവിടെയുണ്ട് എന്നുള്ളത്? പോലീസിൻ്റെ കൺവെട്ടത്ത് തന്നെ രാഹുലുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ കർണാടകയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പൊട്ടന്മാരാക്കിയിട്ട് പോലീസ് ഈ ജാമ്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രമുള്ള ഒരു കളി, ജാമ്യം ഉറപ്പിക്കാനുള്ള ഒരു കളിയാണ് നടന്നിട്ടുള്ളത്. രാഹുലുമായി ബന്ധപ്പെട്ട് 2 കേസാണെന്ന് പറഞ്ഞില്ലേ? ഈ 2 കേസുകളിലും എനിക്ക് തോന്നുന്നില്ല മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്നുള്ളത്. ഞാനൊരു പക്ഷേ സ്ത്രീ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ സ്ത്രീയെ പറഞ്ഞ് മോഹിച്ച് വശീകരിച്ച് അത് വളരെ ക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുന്നു. എന്നിട്ട് അതിനൊക്കെ മുൻകൂർ ജാമ്യവും കാര്യങ്ങളും ഒളിച്ചു താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ കൊടുക്കുന്ന ഒരു ഭരണകൂടവും. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയാവുക? അതായത് ഈ ആദ്യത്തെ കേസിൽ കൺസെന്റ് ഉണ്ട് എന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഒരു ന്യായത്തിന് പറഞ്ഞാലും, ഇപ്പോൾ എല്ലാ യെസ്സും യെസ്സായിട്ടും എല്ലാ നോയുമായിട്ടല്ല കണക്കാക്കുന്നത്. അതിനകത്ത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടായിരിക്കാം, ഭീഷണി ഉണ്ടായിരിക്കാം, ഭയമുണ്ടായിരിക്കാം, ഇയാൾ അധികാരമുള്ള ആളാണ്, ഇങ്ങനെ എല്ലാം പേടിയുണ്ടായിരിക്കും. എന്തായാലും അവർ ഒരു തവണ ഇഷ്ടപ്പെട്ടാണ് ബന്ധമുണ്ടായത് എന്നിരിക്കട്ടെ, രണ്ടാമത്തെ തവണ അതിനെ ചൂഷണം ചെയ്തതാണെങ്കിലും ആദ്യത്തെ നമുക്ക് ഒരു ഉറപ്പുമില്ല, അവർ പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ നമ്മൾ ന്യായത്തിന് സമ്മതിച്ചു കൊടുക്കാം. ഇവിടെ കിടന്ന് രാഹുലിന് വേണ്ടി അലമുറയിടുന്ന സൈബർ തീവ്രവാദികളും ഗുണ്ടകളും ഒക്കെ പറയുന്നതിന് ന്യായീകരിച്ച് കൊണ്ട് പറയട്ടെ, ആദ്യത്തെ തവണ അവർക്ക് ഇഷ്ടമായിരുന്നു, രാഹുലിനായിട്ട് സമ്മതിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ന്യായവാദത്തിന് അന്യായത്തിന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാം. എങ്കിലും പിന്നെ അങ്ങോട്ട് അവരെ ഭയപ്പെടുത്തിയതാണോ ഭീഷണിപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് ആ ചാറ്റ് പുറത്ത് വന്നത് ശരിയാണെങ്കിൽ, കോർട്ടിലാണ് അത് ശരിയാണെങ്കിൽ, അവർ പിൽസ് മുഖ്യം എന്നൊക്കെ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ഗർഭം ധരിക്കാനായി താല്പര്യമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാനായിട്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിർബന്ധിച്ചുള്ള ഗർഭഛിദ്രം, അതിൻ്റെ ഓഡിയോ തെളിവാണ് പിന്നീട് പുറത്തു വന്നത്. അവർ പറയുന്നുണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചേനെ, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. അപ്പോൾ രാഹുൽ തിരിച്ച് പറയുന്നുണ്ട്, 1-ാം മാസത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, 1-ാം മാസത്തിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന്. എങ്ങനെയാണ് രാഹുലിന് അതൊക്കെ ഉറപ്പിക്കാൻ കഴിയുക? രാഹുലിന് ഒരിക്കലും അത് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ രാഹുലിന് ആ വാദം അവിടെ പറഞ്ഞു തന്നെ ആകണം. രാഹുൽ ഒരുപക്ഷെ മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലോ, ഇൻ കേസ് എപ്പോഴെങ്കിലും ഇത്തരത്തിലൊരു ആക്ഷേപവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇയാളുടെ പേരിൽ 2 പേര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കൺസെൻ്റ് ആണെന്ന് പറയുന്നു. ഈ കൺസെൻ്റ് ആയിരിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ഇയാളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, വിശ്വാസത്തിൻ്റെ പുറത്താണല്ലോ സ്വാഭാവികമായും പ്രേമമാകുന്നു. പ്രേമത്തിൻ്റെ ഏറ്റവും മൂർത്തമായ ഭാവത്തിലാണ് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നത് കമിതാക്കൾ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് കേട്ടോ. എങ്കിലും 2-ാമത്തെ കേസിൽ കൃത്യമായിട്ട് പറയുന്നു, വരൂ എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് 2-ാമത്തെ കേസിൽ പിന്നീടാണ് അത് സംഭവിക്കുന്നത്. അതായത് ആദ്യം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ ബാംഗ്ലൂരിൽ നിന്നും പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലൂടെ ബന്ധപ്പെടുന്നു, പിന്നീട് ടെലഗ്രാം നമ്പർ വാങ്ങുന്നു, ടെലഗ്രാമിലൂടെ ചാറ്റ് ചെയ്യുന്നു, വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കുട്ടി നാട്ടിലേക്ക് വരുന്നു. നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെത്തിക്കുന്നതിന് ആദ്യം വീട്ടുകാർ സമ്മതിക്കുന്നില്ല, പിന്നീടാണ് സമ്മതിക്കുന്നത്. വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ചെന്ന് കൂട്ടിക്കൊണ്ടുപോയി ഫെനി നൈന എന്ന് പറയുന്ന സുഹൃത്തുണ്ടായിരുന്നു എന്ന് പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. എന്നിട്ടൊരു ഹോം സ്റ്റേയിൽ, വിദൂരത്തായിട്ടുള്ളൊരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി റേപ്പ് ചെയ്യുന്നു. മുറിയിലെത്തിയതും കടന്നു പിടിച്ചു. സ്വകാര്യമായി സംസാരിക്കാനാണ്, തന്നെ അറിയുന്ന ആളായതുകൊണ്ട് സ്വകാര്യമായി സംസാരിക്കാനാണെന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിൽ എത്തിക്കുന്നത്. ബലമായി കടന്നു പിടിച്ച് റേപ്പ് ചെയ്തു എന്ന് അവർ കൃത്യമായി മൊഴി കൊടുത്തിട്ടുണ്ട്. ഇനി അതും കടന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ ഈ പറയുന്നതും കടന്നതിന് ശേഷം പിന്നീട് പറയുകയാണ്, എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന്. 2-ാമത്തെ കേസിലാണ് ആദ്യവും ഗർഭിണിയാക്കാൻ ശ്രമിച്ചു, ഗർഭിണിയാക്കണമെന്ന് പറഞ്ഞാണ് പീഡിപ്പിച്ചത്. 2-ാമത്തേലും ഇത് തന്നെയാണ് പറയുന്നത്. സത്യത്തിൽ പ്രിയ, ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ, നമുക്ക് ഈ കമിതാക്കൾ തമ്മിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കും. പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഒരാളുടെ ഒരു ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ കാമുകൻ വരൂ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ വിളിച്ചിട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇവർ ഈ പറയുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ തൻ്റേതാകുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്തായിരിക്കാം ഇവർ കൂടെ പോകുന്നത്. പക്ഷേ 2-ാമത്തെ തവണ ഈ നോ പറയുമ്പോൾ
അവിടെ കടന്നു പിടിക്കുമ്പോൾ അത് ബലാത്സംഗമായി മാറുന്നില്ലേ, അല്ലെങ്കിൽ പീഡനമായി മാറുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു സ്ത്രീ അത് ഇനിയിപ്പോൾ ഒരു വേശ്യാവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീ ആയിക്കോട്ടെ, അവളുടെ അടുത്തേക്ക് പോകുന്ന ഒരാളോട് അവൾ നോ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ നോ. അതിനുശേഷം അതിന് പിന്നീട് മുമ്പ് ഒന്നുമില്ല, അതൊരു നോയാണ്. പിന്നെ അവളെ തൊടുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത്തരത്തിൽ തന്നെയല്ലേ ഈ സ്ത്രീകളൊക്കെ അല്ലെ വളരെ പിന്നീട് വരൂ റേപ്പ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് റേപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതും വെറും ഒരു കമിതാവല്ല, അയാൾ ഒരു ജനപ്രതിനിധിയാണ്. അപ്പോൾ അയാൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നന്നായിട്ട് ബോധമുള്ള ഒരാളാണ്. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്നുള്ളത് കൂടി ഇവിടെ തെളിയിക്കപ്പെടുന്നുണ്ട്. പല ജനപ്രതിനിധികൾക്കെതിരെയും ആരോപണം ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ വളരെ വൾഗറായ രീതിയിൽ, ഏറ്റവും മോശമായ, ഏറ്റവും ക്രൂരമായ രീതിയിലേക്ക് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ള ഒരാളായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് ശേഷം ഇങ്ങനെ ഒരാൾ വരുമോ എന്നുള്ളത് പോലും സംശയമാണ്. ഇയാൾ സുന്ദരനാണല്ലോ, പറയാതിരിക്കാൻ പറ്റില്ല. സുന്ദരനാണ്, പൊതുജനപ്രതിനിധിയാണ്. സ്ത്രീകൾ വീഴുന്ന ഈ രണ്ട് കാര്യത്തിൽ തന്നെയാണ്. നന്നായി സംസാരിക്കാൻ അറിയാം. പക്ഷേ ഇതിന് ശേഷം എനിക്ക് ഒരു തവണയെങ്കിലും അത് സ്ത്രീകളോട് ചോദിക്കാതിരിക്കാൻ വയ്യ. രണ്ടാമത് വരുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ നോ പറഞ്ഞിട്ടും വിശ്വാസമാണ് അവിടെ, വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത് വരുമ്പോഴും വിശ്വസിച്ചിട്ടാണ്, ആ വിശ്വാസത്തെ മുതലെടുക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ പ്രിയ, ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ തവണ ഇയാൾ വരുമ്പോൾ ഇവർ കൺസെൻറ്റോട് കൂടിയാണ്. രണ്ടാമത് ഇയാൾ കൃത്യമായി പറയുകയല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. ഒരുപക്ഷെ എനിക്ക് അറിയില്ല ഇയാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങൾ ഇയാളുടെ കയ്യിലുണ്ടോ എന്നറിയില്ല. അത്തരത്തിലുള്ളൊരു ഭീഷണിയാണെങ്കിൽ സ്വാഭാവികമായിരുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇനി ഇയാളൊരു ഈ പറയുന്ന ഒരു ഫെയിമാണ്, ജനപ്രതിനിധിയാണ്. അയാൾക്ക് നേരെ എതിർത്ത് നിന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഭാവി എന്താകുമെന്നുള്ളൊരു ആശങ്ക പോലും ഉണ്ടാകാം. ഒരുപക്ഷെ നിക്കക്കളി ഇല്ലാതെ വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികളും ഇത്തരത്തിലൊരു ആക്ഷേപം അല്ലെ പരാതിയുമായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു കാരണം. പക്ഷെ നോക്കൂ, എന്നാലും ഒരു പ്രണയത്തിൻ്റെയൊക്കെ പേരിൽ ഏറ്റവും മോശമായ ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളോട് എങ്ങനെയൊക്കെ പെരുമാറാം എന്നുള്ളത് കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നിട്ടും ഇത്രയധികം തെളിവുകളൊക്കെ സമർപ്പിച്ചിട്ടും അന്വേഷണമൊക്കെ നടന്നിട്ടും ഇയാൾക്ക് ജാമ്യം കിട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിലുള്ള സകല വിശ്വാസവും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ദിലീപിൻ്റെ കേസായാലും രണ്ട് തരത്തിൽ പറയുന്നുണ്ട്. നമുക്ക് അറിയില്ല, തെളിവുകൾ വെച്ചാണ് കോടതി ഇതെല്ലാം പരിഗണിക്കുന്നത്. പക്ഷേ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുകയും അപ്പോൾ കുറച്ചുകൂടി ഗൗരവത്തോടെ, അതായത് ഇയാൾ ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടുന്ന ആളാണോ, എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് പോലീസിന് ഇയാളെ പിടിക്കാൻ കഴിയുന്നില്ല, ഇയാൾ എവിടെ നിന്നുകൊണ്ടാണ് ഈ ബെയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം കോടതിക്കും ചിന്തിക്കാമല്ലോ. അയാൾ പുറത്തു വരാനേ തയ്യാറാവുന്നില്ല. ആദ്യത്തെ പരാതിക്ക് ശേഷം ഇയാൾ ഒളിവിൽ നടന്നുകൊണ്ട് പല ഉദ്ഘാടനങ്ങളും ലഡു കഴിക്കലും ഇയാൾക്കുള്ള സ്വീകരണവും ഒക്കെ നടന്നു. പക്ഷെ രണ്ടാമത്തേത് വളരെ ഗുരുതരമായതാണെന്ന് ഇയാൾക്ക് തന്നെ മനസ്സിലായി. ഒന്നിനു പുറകെ രണ്ടാമത്തേത് കൂടി വന്നപ്പോൾ രണ്ട് കേസുകളാണ്. മാത്രമല്ല രണ്ടാമത്തേത് കുറച്ചുകൂടി അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പരാതിയാണ് പോയിട്ടുള്ളതെന്ന് ഇയാൾക്ക് മനസ്സിലായത് കൊണ്ടാണല്ലോ. എന്തുകൊണ്ട് കോടതി അതൊന്നും മനസ്സിലാക്കാതെ മുൻകൂർ ജാമ്യം കൊടുത്തു എന്നുള്ളത് എനിക്ക് സത്യത്തിൽ നിരാശയുണ്ട് ആ ഒരു കാര്യത്തിൽ. അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച്. എനിക്ക് കോടതി ജാമ്യം അനുവദിച്ചതിനേക്കാൾ വലിയ അപകടമായിട്ട് തോന്നുന്നത് കേരള പോലീസുള്ളവന്മാരുടെ തളർവാദം പിടിച്ചവരാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇവർക്ക് എന്തുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞില്ല? ഇത്രയും ദിവസമായി ഒളിവിൽ കഴിയുന്ന ഒരാളെ എന്തുകൊണ്ട് പിടിക്കാൻ കഴിയുന്നില്ല? സാധാരണഗതിയിൽ എനിക്കറിയാവുന്നുള്ള, ഞാൻ ഈ പോലീസിനെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല, കൃത്യമായിട്ട് പോലീസിൻ്റെ ഊർജം എന്താണെന്ന്, അവരുടെ കഴിവെന്താണ്, നമ്മുടെ പോലീസുകാരുടെ ഇൻ്റലിജൻസ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നമുക്കറിയാമെന്നുള്ളതാണ്. അവരൊരിക്കലും എവിടെ നാഗാലാൻഡിൽ വേണോ, ത്രിപുരയിൽ വേണോ, ഇനി പോട്ടെ അപ്പുറത്ത് കിടക്കുന്ന രാജ്യമാണ് മ്യാൻമാർ, പാകിസ്ഥാനിൽ പോയി പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ ഇവർ പോയി പിടിച്ചിട്ട് വരും. അത്രയ്ക്ക് പ്രതിയെ പിടിക്കാനായിട്ട് അത്രയ്ക്ക്, നമ്മൾ കണ്ണൂർ സ്ക്വാഡൊക്കെ സിനിമയെ കണ്ടതല്ലേ, അതിലും ഭീകരമാണ് പോലീസുകാർ ചെയ്തിട്ടുള്ള പല ആക്ടിവിറ്റികളും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ പണയം വെച്ച് അവർ പോയിട്ട് പ്രതികളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇനി എവിടെ പോയി വിളിച്ചാലും, മറ്റേ ബിഗ് ബി സിനിമയിൽ പറയും പോലെയാണ്, അമ്മയുടെ ഗർഭപാത്രത്തിൽ പോയി വിളിച്ചാലും ശരി, എന്നെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുമെന്ന് പറയുന്നത് പോലെ കേരള പോലീസ് അത്രയ്ക്ക് കേപ്പബിളാണ്. അവർക്ക് പക്ഷേ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാനായിട്ട്. ഇതുപോലെ കഴിയാതിരുന്ന ഒരു സംഭവം കൂടി ഉണ്ടാവും, പ്രിയം മറന്നിട്ടുണ്ടാവില്ല. ഒരു പ്രമുഖ നടൻ കൺവെട്ടത്ത് പോലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടും
ആ നടൻ സുഖമായിട്ട് അഡ്വക്കേറ്റിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോകുന്നത്, കാറിൽ പോകുന്നത് കണ്ട ഒരാളാണ് ഞാൻ. അതെ. അപ്പോൾ അത്രയും അദ്ദേഹത്തിന് അവിടെ വരെ വരാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ഇതേ കേപ്പബിലിറ്റി ഉള്ള പോലീസിനാണ് അദ്ദേഹത്തെയും കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. അത് ഒരുപക്ഷെ പോലീസിന് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കില്ല, ഭരണകൂടത്തിന്റെ ഒരു ഈ രാഷ്ട്രീയത്തിന്റെ ഒത്തുകളിയാണ്. ഇവിടെ CPM-കാർക്കും കോൺഗ്രസ്സുകാർക്കും കൃത്യമായി ഒത്തുകളിക്കാനുള്ള ഒരു അവസരമുണ്ട്. അവരത് കൃത്യമായി വിനിയോഗിക്കുന്നു. അതിനകത്ത് പോലീസിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ പറയുന്നു, ഇല്ലെങ്കിൽ പിടിക്കാൻ കഴിയും. ആ പിടിക്കാത്തത് ഇവിടുത്തെ സർക്കാർ മനഃപൂർവ്വം ചെയ്തതാണ്, ഈ പറയുന്ന പോലീസിനെ കൊണ്ട് ചെയ്യിക്കാതിരുന്നതാണ്. യാതൊരു സംശയം. ഒരു കാര്യം കൂടി ചേർത്ത് വയ്ക്കാം, ഇലക്ഷൻ കഴിഞ്ഞു, മുൻകൂർ ജാമ്യം കിട്ടുകയും ചെയ്തു. അതെ.